എല്ലാവർക്കും നമസ്കാരം. ഡൈൻ മാജിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ധാബ സ്റ്റൈൽ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പതിവ് പോലെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ധാബ സ്റ്റൈൽ ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചിക്കനിലോട്ട് ഒരു മാരിനേഷൻ തയ്യാറാക്കണം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഇവിടെ ഞാൻ 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്, 10 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം പീസ് ഇഞ്ചി, 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാനുള്ളതാണ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ നെയ്യ്, 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് ആദ്യം തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ല ജീരകവും കൂടെ നന്നായി ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് ചതച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ഈ മസാല പൗഡറുകളെല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ, എരിവുള്ള മുളക് പൊടി, കാശ്മീരി റെഡ് ചില്ലി പൗഡർ, മല്ലിപ്പൊടി, 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്, ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല ജീരകവും ചതച്ചത്, 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര്, ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ 1.5 ടീസ്പൂൺ നെയ്യ്. ഇത്രയും ചേർത്ത് നമുക്ക് ഈ ചിക്കൻ നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മാരിനേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചിക്കനിലോട്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നതിനായിട്ട് ഒരു മണിക്കൂർ നേരത്തേക്ക് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 4 മീഡിയം സവാള ചോപ്പ് ചെയ്തത്, കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത്, ആവശ്യത്തിനുള്ള എണ്ണ, 4 പച്ചമുളക് ചോപ്പ് ചെയ്തത്, 1 ബേ ലീഫ്, 1 ഏലക്കായ, 1 കഷ്ണം പട്ട, 1 ഗ്രാമ്പൂ, 1 തക്കോലം, 1 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ, 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3 ടൊമാറ്റോയുടെ പ്യൂരി. ഇത്രയുമാണ് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് പാൻ ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഗ്രേവി തയ്യാറാക്കിയെടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. മറ്റൊരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലോട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, ബേ ലീഫ് എന്നിവ ചേർത്ത് കൊടുത്ത് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 4 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ സവാള ചെറുതായി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്ന സമയത്ത് നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അടുത്തതായിട്ട് നമുക്കിതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാളയും പച്ചമുളകൊക്കെ നന്നായി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം പൊടികളുടെ പച്ചമണമെല്ലാം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്.
പച്ചമണമെല്ലാം മാറി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത പ്യൂരിയാണിത്. ഇനി തക്കാളി നല്ലതുപോലെ വേവുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ സമയത്ത് തന്നെ ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. തക്കാളിയെല്ലാം നല്ലതുപോലെ വേവാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞ് തക്കാളിയെല്ലാം വെന്ത് നല്ല കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഫ്രൈ ചെയ്തതിൽ ഒരല്പം ഓയിൽ ബാക്കി ഉണ്ടായിരുന്നതുകൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഈ മസാലയെല്ലാം ചിക്കനിലോട്ട് പിടിക്കുന്നത് വരെ നന്നായി ഒന്ന് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്രേവിക്ക് എത്ര വെള്ളം ആവശ്യമുണ്ടോ അത്രയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞ് കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ചോപ്പ് ചെയ്ത മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയിലയുടെ അളവൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിന് മുകളിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണൽ ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. നെയ്യ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ധാബ സ്റ്റൈൽ ചിക്കൻ കറി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്.